നിങ്ങളൊരു ബിഗിനർ ട്രേഡർ ആണോ? നിങ്ങൾ ട്രേഡിംഗിൽ വരുന്ന സമയത്ത് ഒരിക്കലും റിയൽ ആയിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുത്തിട്ട് ഫണ്ട് ആഡ് ചെയ്ത് നിങ്ങൾ ട്രേഡ് ചെയ്ത് തുടങ്ങില്ല. ട്രേഡിംഗിൽ എപ്പോഴും നിങ്ങൾ 80% നിങ്ങളുടെ സൈക്കോളജിയും 20% ആണ് നിങ്ങൾ പഠിക്കുന്ന ടെക്നിക്കൽ അനാലിസിസ്. നിങ്ങൾ റിയൽ ആയിട്ട് ഫണ്ട് ആഡ് ചെയ്താണ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് മാത്രമായിരിക്കും നിങ്ങളുടെ കൺസേൺ. ലോസ് ഒരിക്കലും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു പ്രോസസ് കണ്ടിന്യൂ ചെയ്യുന്നതോറും നിങ്ങൾ എന്താ ചെയ്യുന്നത്? എത്രയാണോ ഫണ്ട് ലോസ് ആവുന്നത് ആ ഫണ്ട് റിക്കവർ ചെയ്യാനായിട്ടാണ് നിങ്ങൾ അഗെയിൻ ബാക്ക് ടു ബാക്ക് ട്രേഡ് ചെയ്യുന്നത്. അതല്ലാതെ ഒരിക്കലും ഒരു സ്കിൽ, അത് എന്താണ് ട്രേഡിംഗ്, എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് അറിയാനായിരിക്കത്തില്ല. സോ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ആദ്യം പ്രോപ്പറായിട്ട് മാർക്കറ്റ് എന്താണെന്ന് അറിയാം, മാർക്കറ്റിൽ എന്താ നടക്കുന്നതെന്ന് അറിയാം. മാർക്കറ്റിലെ ടെക്നിക്കൽ അനാലിസിസ് നിങ്ങൾ ഇത്രയും നന്നായിട്ട് പഠിക്കുന്നത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ലോസ് മിനിമൈസ് ചെയ്യാൻ. അതല്ലാതെ ഒരിക്കലും ലോസ് ഇല്ലാതെ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ടല്ല. നമ്പർ ഓഫ് ലോസും നമ്പർ ഓഫ് പ്രോഫിറ്റും നോക്കുന്ന സമയത്ത് നിങ്ങൾ 50-50, അതായത് നിങ്ങൾ എടുക്കുന്ന ട്രേഡ്സിൽ 5 ട്രേഡ് ലോസും 5 ട്രേഡ് പ്രോഫിറ്റ് ആണെങ്കിലും നിങ്ങൾ പ്രോഫിറ്റബിൾ ആവണം. അതല്ലാതെ നിങ്ങൾ എടുക്കുന്ന 8-9 ട്രേഡ് പ്രോഫിറ്റായി ഒരു ട്രേഡിലാണ് നിങ്ങളുടെ ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആവുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ ട്രേഡർ ആവുന്നില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ട്രേഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ആദ്യം ട്രേഡ് ചെയ്യാതിരിക്കുക. ട്രേഡിംഗ് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ഒരു ഡെമോ അക്കൗണ്ടിൽ നിങ്ങൾ നിങ്ങളുടെ സ്കിൽ സെറ്റ് ക്ലിയർ ചെയ്യുക. അതിനുശേഷം മാത്രം ചെറിയൊരു എമൗണ്ടിൽ നിന്ന് ഒരു ക്യാപിറ്റലായിട്ട് ഇട്ടിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്ത് ഗ്രോ ചെയ്യാൻ ശ്രമിക്കുക ക്യാപിറ്റൽ. താങ്ക് യു ഗൈസ്, ബൈ.